സംസ്ഥാന വ്യാപകമായി വല വിരിച്ചിട്ടും അർജുൻ ആയങ്കിയെ കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പി കേരള പോലീസ്. പാർട്ടി ഗ്രാമങ്ങൾ ലക്ഷ്യമിട്ടുള്ള യാത്രയെന്നാണ് പോലീസ് നിഗമനം. അതിനിടെ പോലീസ് തെരച്ചിലിനിടെ എടപ്പാളിലെത്തിയ ആയങ്കിയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. സഹായികളായ 4 പേർ എടപ്പാളിൽ കസ്റ്റഡിയിലായിരിക്കുന്നു. ഒളിവിൽ പോകാൻ ഉപയോഗിച്ച കാർ കണ്ണൂർ വളപട്ടണം പോലീസും കസ്റ്റഡിയിലെടുത്തു. അതേസമയം ആയങ്കി വെടിവെക്കാൻ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സർവ്വസന്നാഹങ്ങളും പുറത്തെടുത്ത് നാടാകെ വലവിരിച്ചിട്ടും അർജുൻ ആയങ്കിയെ പൂട്ടാൻ കേരള പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആയങ്കിയെ തിരഞ്ഞ് പോലീസ് പരക്കം പായുമ്പോഴും ഒളിവിലിരുന്ന് ഭീഷണിയും പരിഹാസവും നിർബാധം തുടരുകയാണ് അർജുൻ ആയങ്കി. ഒപ്പം കേസ് നടത്തിപ്പിന് പണവും ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അതിനിടെ ഇക്കഴിഞ്ഞ 5-ാം തീയതി എടപ്പാളിലെത്തിയ അർജുൻ ആയങ്കിയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടു. എടപ്പാളിലെ ആയുർ ഗ്രീൻ ആശുപത്രിയിലെ കഫയിൽ നിന്നും ചായ കുടിച്ചു മടങ്ങുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ശരിക്കും അർജുൻ ആയങ്കി വന്നു എന്നുള്ള വിവരം നമ്മൾ അറിയുന്നത് ഇന്നലെ വൈകിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് നമ്മളോട് പറയുന്ന സമയത്താണ്. ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്താണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടുന്നത്. പൊന്നാനി രജിസ്ട്രേഷനിലുള്ള കാറിലായിരുന്നു മടക്കം. പോലീസിനെ വെട്ടിച്ചുള്ള ഈ യാത്രയ്ക്ക് വഴിയൊരുക്കിയ 4 പേരെ എടപ്പാളിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിനിടെ ആയങ്കിക്കെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. മുഖ്യമന്ത്രിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ആലുവ സൈബർ പോലീസ് കേസെടുത്തത്. അതേസമയം അർജുൻ ആയങ്കിയെ വെടിവെക്കാൻ നിർദ്ദേശിച്ചെന്ന വാർത്ത ആഭ്യന്തരമന്ത്രി തള്ളി. പോലീസിന്റേതായ രീതിയിൽ അതൊക്കെ ചെയ്യും. പാർട്ടി ഗ്രാമങ്ങൾ ലക്ഷ്യമിട്ടാണ് അർജുൻ ആയങ്കിയുടെ നീക്കമെന്നാണ് പോലീസ് നിഗമനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.